തൃശ്ശൂർ വ്യത്യസ്തതകൾ നിരവധിയുണ്ട്. പുലികളിക്ക് സഹായിയായി എത്തിയ ഒടുവിൽ പുലിവേഷം കെട്ടുകയാണ് തൃശ്ശൂർ സ്വദേശി നെല്ലികുന്ന് അനീഷ. മെയ്യെഴുത്തിന്റെ ആവേശം കണ്ടാണ് നിമിഷ നേരം കൊണ്ട് തീരുമാനമെടുത്തതെന്ന് അനീഷ ന്യൂസ് 8 പറയും. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പുലിക്കളി അതിന്റെ ആവേശത്തിലേക്ക് കിടക്കുമ്പോ സീതാറാമിൽ പ്രദേശത്താണ് നമ്മളുള്ളത്. അപ്പൊ ഇവിടെ ഒരു പെട്ടെന്നൊരു തീരുമാനം, പുലികളിക്കായിട്ട് നിമിഷ, അതെ ആവേശം. എന്റെ കൂടെ പുലികളി കാണാൻ വന്നത് എന്റെ അനിയത്തിയാണ് സ്വന്തം. അതെ, സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷയും പുലി ആവാൻ തീരുമാനിച്ചതാ. ഡ്രസ്സൊക്കെ എന്താ പെട്ടെന്ന് എന്താ സംഭവിച്ചത്? അതല്ല, ഞാൻ സത്യത്തിൽ ചേച്ചിനെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിൽക്കാൻ ഉദ്ദേശിച്ച് വന്ന ഒരാളാണ്. പക്ഷെ ഇവിടുത്തെ ഒരു ആവേശം, ഒരു സിറ്റുവേഷനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ ഈ ചക്കാമുക്കിന്റെ ഒരു കുറച്ച് വിഷയങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയത് ഞാനും ഇറങ്ങിയൊക്കെ എന്തിനും ഞാൻ മാറി നിൽക്കേണ്ട ആവശ്യം. എന്നെക്കാട്ടി വലിയ പുലിയാണ് ലൈഫിൽ ഇവള്. ഫോർക്കില് പുലി ആവാൻ പോണ്. ഡയറക്റ്റ് ഇപ്പൊ സുനിലേട്ടനൊക്കെ ഇപ്പൊ ആശംസ നേർന്നിട്ട് പോയിട്ടുണ്ട്. എന്നാൽ ഏത് നിമിഷമായിരുന്നു ഞാനും പുലി ആയേക്കാന്ന് ഇപ്പൊ തോന്നിയത്? ഫ്രഷാണ് കേട്ടോ, ഇപ്പൊ ഫ്രഷ് പുലിയാണ്. അതെന്താണെന്നറിയോ, നമ്മള് ഒരാളോട് സംസാരിക്കേണ്ട രീതിയുണ്ട്. ചക്കാമുക്ക് ടീമിലെ എന്നെ അവര് വിളിച്ചെങ്കിലും ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ അവരോട് ചോദിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് എന്നെ ഇങ്ങോട്ട് വിളിച്ച് പറയാം. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് കഴിഞ്ഞ വർഷം തുടങ്ങി എനിക്കറിയാം, ടീംസിനെ എല്ലാവരും അറിയാം. ഈ ജിതിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് എന്നെ വിളിച്ചേക്കുന്നത്. ആ ടീമിൽ വേറെ ആരും എന്നെ വിളിച്ചിട്ടില്ല. ഇന്ന് രാവിലെ പോലും ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ടാണ് എനിക്ക് ലൊക്കേഷൻ ഇവർ ഇട്ട് തന്നത്. അപ്പൊ ഈ സീതാറാം വിൽദേശം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അയ്യന്തോൾ ടീമിൽ ഇറങ്ങിയപ്പോഴും നമ്മൾ അവർ തഴഞ്ഞു വിട്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു എന്നെ ഹേർട്ട് ചെയ്ത് വിട്ടതാണ്. അപ്പൊ എനിക്ക് ഒരു അവസരം തന്നു ഇവിടെയാണ്. അപ്പൊ എനിക്ക് ഇവരെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ ഒരു പ്രശ്നം ഇങ്ങനെ നമ്മൾ ചാനലിൽ കാണുന്നുണ്ട്. കാരണം അപ്പൊ ഇവിടെ എന്നോട് വന്നാൽ പിന്നെ ഞാനും കൂടെ ഇറങ്ങിയേക്കാന്ന് പറഞ്ഞു. അന്നാ പിന്നെ പെൺകുട്ടികൾക്ക് ഒരു പ്രചോദനം. അതെ, പ്രചോദനം. അതിനുപരി വലിയ തയ്യാറെടുപ്പ് വേണ്ട ഒരു സംഭവമാണ്. 10 മിനിറ്റിൽ തുടങ്ങാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ വേറെ ഞാൻ അവളെ ചേച്ചിയെ ഞാൻ പുലിയല്ലേ, അപ്പൊ കുറച്ച് ചോര അങ്ങോട്ടുള്ളത് കൊണ്ട് എന്തായാലും തയ്യാറെടുപ്പിന്റെ ആവശ്യം. പുലിച്ചോരയാണല്ലേ? ഉണ്ടായിരുന്നു ഉള്ളില്. പക്ഷെ നമ്മൾ ആരും ഇതിന് മുൻകൈ എടുത്ത് പുറത്തോട്ട് വരില്ലല്ലോ. എനിക്കിപ്പോ ചേച്ചി എന്റെ ഫുൾ സപ്പോർട്ടാണ്. പിന്നെ അവിടെ വന്നിട്ട് ചേച്ചിയുടെ ആശയുടെ ഞാൻ ചോദിച്ചു, എനിക്കും ആഗ്രഹമുണ്ട്, എന്താ നടക്കുന്നത്. അങ്ങേറ്റ ക്ഷമ വേണ്ട പരിപാടിയാന്ന് അറിയാലോ. അതൊക്കെ തയ്യാറാണോ? ആർപ്പോ വിളിച്ചാലോ? അല്ല, ആർപ്പോ വിളിക്കാം. അപ്പൊ എല്ലാവിധ ആശംസകളും തകർത്തേക്ക് ഒരു പെൺപുലിയെ കൂടി കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.